നമസ്കാരം, നന്ദകുമാറാണ്. ഇപ്പം അഖിൽമാരാറിൻ്റെ വിഷയം, പിന്നെ നമ്മുടെ ചൂരൽമല വയനാട്ടിൽ നടന്ന സംഭവം, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എനിക്കിതിനകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങൾക്ക് എത്രത്തോളം ആക്സസ് ആവുന്നുണ്ടോ എന്ന് നോക്ക്. അതായത് ഇപ്പം നമ്മളെല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് ആക്ച്വലി ഇപ്പം ചുരൽമലയിലുണ്ട്, വയനാട്ടിലെ പ്രശ്നമാണെങ്കിൽ വയനാട്ടിൽ ഉള്ള ആൾക്കാർക്ക് അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ആക്ച്വലി കേരളത്തിലുള്ള എല്ലാ പരിപാടികൾക്കും വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ടാണിത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ദുരന്ത അതായത് പ്രകൃതി ദുരന്ത ആശ്വാസ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ ഈ പ്രകൃതി ദുരന്തം വരുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് ഫണ്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ ഈസി ആയിട്ട് തീർക്കാം. രണ്ടാമത്തെ കേസ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെയാണ്. മുല്ലപ്പെരിയാർ എന്താണെങ്കിലും പൊട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാര്യം എന്ത് മെറ്റീരിയലും ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ എന്താണെങ്കിലും പൊട്ടും. അപ്പോൾ അത് നമ്മൾ പൊട്ടും എന്ന് പറയുമ്പോൾ അതിനൊരു പ്രിക്കോഷൻസ് എടുത്തിട്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവീൻസിങ് ആയിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞു തന്നാൽ മതിയല്ലോ, നമ്മൾ ഹാപ്പിയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രമല്ലേ ഉള്ളൂ. കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദുരിതാശ്വാസമാണ്, അതിന് പിന്നെ ഫിലിം സ്റ്റാർസ് പൈസ ഇടുന്നു, അതിലൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം വയനാട് നടന്ന കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു കേസ്, നമുക്ക് കാലാവസ്ഥ നിരീക്ഷകരുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ 2-3 ദിവസം അവിടെ മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ മണ്ണൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇന്ന പോലെ ഒരു പൊട്ടലുണ്ടാവും, ഉരുൾപൊട്ടലുണ്ടാവും എന്നൊക്കെ അറിയാം. കാര്യം എത്ര മലയുണ്ട്, എത്ര കുന്നുണ്ട്, കാട്ടിക്കിടക്കുന്ന എത്ര മൃഗങ്ങളുണ്ടെന്ന് വരെയുള്ള കണക്കുകളുണ്ട്. അപ്പം അതൊക്കെ ഓരോ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട്, ഇപ്പം നമുക്കറിയാമല്ലോ, ഉദ്യോഗസ്ഥരൊന്നും കൃത്യമായിട്ട് പണിയെടുക്കാത്ത ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉദ്യോഗസ്ഥർ പണിയെടുക്കാതെ വരുമ്പോൾ വരുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതൊക്കെ സർക്കാർ അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ സർക്കാർ അതിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ അവർ വിളിച്ചു പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ ആരായിക്കോട്ടെ, ഇപ്പോൾ ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ നടത്തുന്ന പകൽമാരായിരുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫോളോ അപ്പ് ആണല്ലോ, സ്ലോ ഡൗണിലെയാണ് അത് അപ്ഗ്രേഡ് ആവത്തുള്ളൂ. ഈ പറയുന്ന സതിയും അനാചാരങ്ങളും കുതികാലുവെട്ടും തെറ്റിദ്ധാരണ പടർത്തലും അങ്ങനത്തെ 100,000 പ്രതിസന്ധികൾ ഉണ്ടാക്കി മനുഷ്യനെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടുകളാക്കി പൈസയുള്ള ആൾക്കാർ വലിയ ആൾക്കാർ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ ചെറിയ ആൾക്കാർ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനിൽ പോയിട്ട് കഴിവിനേക്കാൾ വലുതാണ് പൈസ എന്ന് സങ്കല്പിക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന് പറയുന്ന ആൾക്കാരും, അങ്ങനത്തെ പലതരം തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ് ലൈഫ്. അപ്പോൾ എനിക്കിങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ്, ഇപ്പം നമ്മളുടെ എന്താ പറയുക, അർജുനെ കാണാണ്ടായപ്പോഴത്തേക്കിനും അർജുനെ കിട്ടിയിട്ടില്ല, അതിന് റഡാർ കൊണ്ടുവന്ന റഡാർ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം തീവ്രവാദികളെ കണ്ടുപിടിക്കുന്ന റഡാറാണ്. അപ്പോൾ അതിൻ്റെ അത് മനുഷ്യൻ്റെ ഓക്സിജൻ ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ജീവനുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ റഡാറാണ്, അങ്ങനത്തെ സിസ്റ്റമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ ചാനൽസിലൊക്കെ കേട്ടപ്പോൾ നമുക്ക് പ്രതീക്ഷകൾ നൽകി. പിന്നെ അവസാന പ്രതീക്ഷ ഒന്നും വർക്കൗട്ട് ആവാതെയും പിന്നെ റഡാർ വർക്കൗട്ട് ആവാതെയൊക്കെ ആയി. അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നപ്പോൾ ഞാൻ നേരത്തെ എഴുതിയൊരു പാട്ടുണ്ട്, എനിക്കപ്പോൾ ആ പാട്ടാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഞാൻ അതിൻ്റെ ഒരു 3-4 വരി പാടാം, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ട് നോക്കിയിട്ട് പറയും. இந்த பூமியிலுள்ள எல்லாம் உனக்கு சொந்தம், இது தாய். இங்க தாய காக்காம செஞ்சால் இந்த உலகம் உனக்கு எதிரே. வாழ்வை எல்லாம் படிக்க இந்த வாழ்க்கை போதுமோ, சுவாசம் போகும்போது இந்த வாழ்வை உனக்கு மாயம். தெரிஞ்சா நீ பார்த்து பாரு, கடவுளை பார்க்காம இந்த லோகம் உன்னை காக்கும் அந்த கடவுள் மாதிரியே. புரியுமா இது தெரியுமா, எங்க நீயும் நானும் எல்லாம் ஒன்னடா. புரியுமா இது தெரியுமா, എങ്ക നീയും നാനും എല്ലാം ഒന്നിടാ. ഓക്കെ, ഇതാണ് പാട്ട്. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടിയ പാട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.